എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ അടുത്ത പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വയലാർ അവാർഡിന് അർഹമായ ആദ്യ കാവ്യസമാഹാരം. വയലാർ അവാർഡിന് അർഹമായ ആദ്യ കാവ്യസമാഹാരം മകരക്കൊയ്ത്ത്. മകരക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിനാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രവും ദർശനവും പ്രമേയമായ ഏത് കൃതിയാണ് 1994 വയലാർ അവാർഡിന് അർഹമായത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രവും ദർശനവും പ്രമേയമായ ഏത് കൃതിയാണ് 1994 വയലാർ അവാർഡിന് അർഹമായത്? ഗുരു. കെ സുരേന്ദ്രൻ്റെ രചനയായ ഗുരുവിനാണ് 1994 വയലാർ അവാർഡ് ലഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രവും ദർശനവും പ്രമേയമായ കൃതിയാണ് ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറിശാലകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറിശാലകൾ ഉള്ള ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറിശാലകൾ ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സാഹിത്യകാരൻ. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20 ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത്. മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത് ഹോൾട്ട് മക്കൻസി. ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത്. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നാഫ്ത. നാഫ്തയാണ് വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന രാജം ജോർജ്. അന്ന രാജം ജോർജ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അന്ന മൽഹോത്ര എന്നാണ്. അന്ന രാജം ജോർജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ. ആദ്യ മലയാളി വനിതാ IAS ഓഫീസർ. ആദ്യത്തെ മലയാളി വനിതാ IAS ഓഫീസർ അന്ന രാജം ജോർജ്. തമിഴ്നാട് കേഡറിലെ അന്ന രാജം ജോർജ് തന്നെയാണ് ആദ്യത്തെ മലയാളി വനിതാ IAS ഓഫീസർ. പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പുഷ്പകപില ഹിംഗോറാണി. പുഷ്പകപില ഹിംഗോറാണിയാണ് പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. 1979 സുപ്രീം കോടതിയിൽ ആദ്യത്തെ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തതോടെയാണ് പുഷ്പകപില ഹിംഗോറാണി പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടാൻ കാരണമായത്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് വാസുദേവൻ നായർ. വാസുദേവൻ നായരാണ് സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. S ബ്ലോക്ക് മൂലകങ്ങളും P ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര്. S ബ്ലോക്ക് മൂലകങ്ങളും P ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ. S ബ്ലോക്ക് മൂലകങ്ങളും P ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമേത്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ നാളിയാണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. ഏതു വർഷം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിൻ്റെ നാശത്തിന് കാരണമായത്? ഏതു വർഷം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിൻ്റെ നാശത്തിന് കാരണമായത്? 1341. 1341 വെള്ളപ്പൊക്കം മൂലമാണ് പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിൻ്റെ നാശത്തിന് കാരണമായത്.
പ്രേരകാവയവങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ്? പ്രേരകാവയവങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ്? വെൻട്രൽ റൂട്ട്. പ്രേരകാവയവങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തു പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ എന്തു പേരിൽ വിളിക്കുന്നു? ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ എന്തു പേരിൽ വിളിക്കുന്നു? ആവാസകേന്ദ്രം, ഹാബിറ്റാറ്റ്. ആവാസകേന്ദ്രം എന്നാണ് ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ വിളിക്കുന്നത്. പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ്. പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് സാബിൻ. ആൽബർട്ട് സാബിനാണ് പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് സാൽക്ക്. ജോനാസ് സാൽക്ക് ആണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി 2018 നവംബർ 12. 2018 നവംബർ 12-നാണ് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചത്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്ലിയോ ബുദ്ധ. പാപ്ലിയോ ബുദ്ധ എന്നതാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം. ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം. ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് ആടുജീവിതം എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ കമ്പനി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ കമ്പനി ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ കമ്പനി. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ നടത്തിയ സത്യാഗ്രഹം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ചത്. മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് LK അദ്വാനി. LK അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ചത്. തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിൻ്റെ പത്രാധിപർ. വില്യം ബെന്റിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം. വില്യം ബെന്റിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം കൂർഗ്. കൂർഗാണ് വില്യം ബെന്റിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ ചീഫ് ജസ്റ്റിസായിരുന്ന KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത്. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. ഗവർണറാണ് സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത്. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേഠ് അബ്ദുള്ള. സേഠ് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ളത് ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം. എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? നാഗൂർ.
രാജസ്ഥാനിലെ നാഗൂറിലാണ് പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ചത്. ഉക്കായ് പദ്ധതി ഏത് നദിയിലാണ്? ഉക്കായ് പദ്ധതി ഏത് നദിയിലാണ്? തപ്തി. തപ്തി നദിയിലാണ് ഉക്കായ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനാണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. ജയക് വാടി പദ്ധതി ഏത് നദിയിലാണ്? ജയക് വാടി പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. ഗോദാവരി നദിയിലാണ് ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്? ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 ലിറ്റർ. 5 ലിറ്ററാണ് ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. മുംബൈയാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഉറക്കത്തിൻ്റെ ചതുപ്പ് മാർഷ് ഓഫ് സ്ലീപ്പ് എവിടെയാണ്? ഉറക്കത്തിൻ്റെ ചതുപ്പ് എവിടെയാണ്? ചന്ദ്രനിൽ. ചന്ദ്രനിലാണ് ഉറക്കത്തിൻ്റെ ചതുപ്പ് മാർഷ് ഓഫ് സ്ലീപ്പ് സ്ഥിതി ചെയ്യുന്നത്. റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷത്തിൽ? റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷത്തിലാണ്? AD 1817. AD 1817 റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് സഹജാനന്ദ് സരസ്വതി. സഹജാനന്ദ് സരസ്വതിയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥ? വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥ അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത എന്നതാണ് വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥ അറിയപ്പെടുന്നത്. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം? സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവമാണ് സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം. ദേശീയ പതാകയിൽ ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം? ദേശീയ പതാകയിൽ ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം നൗറു. നൗറു രാജ്യത്തിൻ്റെ ദേശീയ പതാകയിലാണ് ഭൂമധ്യരേഖ ആലേഖനം ചെയ്തിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചതാര്? കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചത് ഇളംകുളം PN കുഞ്ഞൻപിള്ള. ഇളംകുളം PN കുഞ്ഞൻപിള്ളയാണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ഹക്കീം അജ്മൽ ഖാൻ. 1921 ഹക്കീം അജ്മൽ ഖാൻ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരെല്ലാമാണ് നിരണം കവികൾ എന്നറിയപ്പെട്ടത്. കോവളം കവികൾ എന്നറിയപ്പെടുന്നത്? കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനും. അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ എന്നറിയപ്പെടുന്നത്. നിയമനിർമ്മാണ വേളയിൽ ഒരു ബില്ലിനെക്കുറിച്ച് പൊതുചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിച്ചിട്ട് ബില്ലിൻ്റെ അനന്തരഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെടുന്നതെന്ത്? നിയമനിർമ്മാണ വേളയിൽ ഒരു ബില്ലിനെക്കുറിച്ച് പൊതുചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിച്ചിട്ട് ബില്ലിൻ്റെ അനന്തരഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? ക്ലോഷർ മോഷൻ. ക്ലോഷർ മോഷൻ എന്നതാണ് നിയമനിർമ്മാണ വേളയിൽ ഒരു ബില്ലിനെക്കുറിച്ച് പൊതുചർച്ച നടക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവസാനിപ്പിച്ചിട്ട് ബില്ലിൻ്റെ അനന്തരഘട്ടത്തിലേക്ക് നീങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത് അറിയപ്പെടുന്നത് ക്ലോഷർ മോഷൻ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് K. സച്ചിദാനന്ദൻ. K. സച്ചിദാനന്ദനാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത്. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഏതുതരം അധികാരത്തിന് ഉദാഹരണമാണ്? കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഏതുതരം അധികാരത്തിന് ഉദാഹരണമാണ്? ഉത്ഭവാധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ.
കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരം എന്ന അധികാരത്തിന് ഉദാഹരണമാണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഗുരുനാനാക്കിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ച സിഖ് ഗുരു. ഗുരുനാനാക്കിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ച സിഖ് ഗുരു അംഗദ്. അംഗദാണ് ഗുരുനാനാക്കിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ച സിഖ് ഗുരു. ചാലിയം കോട്ട നശിപ്പിച്ച വർഷം. ചാലിയം കോട്ട നശിപ്പിച്ച വർഷം 1571. 1571 ചാലിയം കോട്ട നശിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം. മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗവൺമെൻറ് ബിൽ. ഗവൺമെൻറ് ബിൽ എന്നാണ് മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത്. മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വകാര്യ ബിൽ. സ്വകാര്യ ബിൽ എന്നാണ് മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി റംസാർ കൺവെൻഷൻ. റംസാർ കൺവെൻഷനാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ വർഷം 2007. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയത് 2007. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി PDT ആചാരി. PDT ആചാരിയാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. പനത്തടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് അമ്പലവയൽ. അമ്പലവയൽ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പ്. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പാണ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഏഷ്യക്കാരൻ. സമാധാന നോബലിന് അർഹനായ ആദ്യത്തെ ഏഷ്യക്കാരൻ ലേ ഡുക് തോ. 1973 ലേ ഡുക് തോക്കെയാണ് സമാധാനത്തിന് അർഹമായ നോബൽ ലഭിച്ചത്. സമാധാന നോബലിന് അർഹമായ ആദ്യത്തെ ഏഷ്യക്കാരനാണ് ലേ ഡുക് തോ. വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി. വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി വള്ളത്തോൾ സാഹിത്യ സമിതി. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫ്. ജോർജ് ജോസഫാണ് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായി പരിഗണിക്കുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായി പരിഗണിക്കപ്പെടുന്നത്? 18. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായി പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി.
ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1-ാം ഭേദഗതി. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം 1851. 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് രാധാകാന്ത് ദേവ്. രാധാകാന്ത് ദേവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ്. സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിൻ്റെ കൃതി. സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിൻ്റെ കൃതി ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം. ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം എന്ന കൃതിയാണ് സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിൻ്റെ കൃതി. നോവലിനും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ. നോവലിനും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് നോവലിനും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ. ലോമികകൾ എന്നാണ് വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര്. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം സിറിയസ്. സിറിയസ് ആണ് ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസ് എന്ന എൻസൈമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകിനമാണ് മഞ്ഞപ്പനി പരത്തുന്നത്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ്. ആർബോ വൈറസ് ആണ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ്. പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം. പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം കൊച്ചി. കൊച്ചിയാണ് പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം. ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം. ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം 1932. 1932 ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം. ഇന്ത്യയിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം 1933. 1933 ഇന്ത്യയിൽ ആദ്യമായി ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. മൂത്രത്തിൽ ആൽബുമിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ്. മൂത്രത്തിൽ ആൽബുമിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. ഹെല്ലേഴ്സ് ടെസ്റ്റാണ് മൂത്രത്തിൽ ആൽബുമിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ്. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി. കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ. കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ DK പട്ടമ്മാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി. DK പട്ടമ്മാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി എന്നിവരാണ് കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം. ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം ഭിട്ടാർകനിക ദേശീയോദ്യാനം. ഭിട്ടാർകനിക ദേശീയോദ്യാനമാണ് ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫാണ് മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി. ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി. ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫാണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി മീസോസ്ഫിയർ. മീസോസ്ഫിയർ ആണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി.
ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ ഡോക്ടർ സുനിധി സോളമൻ. ഡോക്ടർ സുനിധി സോളമനാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ. ക്ലാവിക്കിളാണ് ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? 55%. രക്തത്തിൻ്റെ 55% പ്ലാസ്മ. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ്. ഹയോയിഡ് അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി. സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി. സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി 1951 ഒക്ടോബർ 25. 1951 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.